8th സ്റ്റാൻഡേർഡ് മാത്സ് ഓണം എക്സാം ആൻസർ കീയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. 55, 70 തന്നിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു എത്ര? അപ്പോൾ ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 പ്ലസ് 55 ഈസ് ഈക്വൽ ടു നമുക്ക് 55 ഡിഗ്രി കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യു ആർ ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ്. അപ്പോൾ നമുക്ക് 55 കിട്ടിയപ്പോൾ ഇവിടെ 2 ആംഗിൾ പിയും ആംഗിൾ ആറും ഈക്വലായി. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ക്യു ആർ ഈസ് ഈക്വൽ ടു പി ക്യു ആണ്, ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ തന്നിരിക്കുകയാണ് 24 സെൻറ്റിമീറ്റർ, ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണ്? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല 2 × L + B. 2 × L + B is equal to 24 ആണ്. L + B is equal to 24/2 is equal to 12. ആൻസർ ഈസ് 12 സെൻറ്റിമീറ്റർ. സെക്കൻഡ് അതിലെ ബി ക്വസ്റ്റ്യൻ, ബ്രെഡ്ത്ത് എന്താണെന്നാണ്. ലെങ്ത്ത് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 12. 8 + B is equal to 12. ദെൻ B is equal to 4 സെൻറ്റിമീറ്റർ. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ റെഗുലർ പോളിഗൺ തന്നിട്ടുണ്ട്. ഇവിടെ 12 ആണ്. നമ്പർ ഓഫ് സൈഡ്സ് 12 ആണ്. റെഗുലർ പോളിഗൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫോർമുലയാണ് 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി അതിൻ്റെ ഇന്നർ ആംഗിൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ 180 ഔട്ടർ ആംഗിൾ മൈനസ് ചെയ്താൽ കിട്ടി ഈക്വൽ ടു 150 ഡിഗ്രി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ആണെങ്കിൽ ഒ എ ഈസ് ഈക്വൽ ടു എ ബി എന്ന് തന്നിട്ടുണ്ട്. ഒ എയും ഒ ബിയും ഈക്വലാണ്, റേഡിയസ് ആണ്. അപ്പോൾ ഈ 3 സൈഡും ഈക്വലായി. അപ്പോൾ ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിളാണ്. ദെൻ ഒ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി ഒരു 8 സൈഡഡ് പോളിഗണ് ഒരു വെർട്ടെക്സിൽ നിന്നും വരയ്ക്കുകയാണെങ്കിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു 8 സൈഡഡ് പോളിഗണിൽ ഒരു വെർട്ടെക്സിൽ നിന്നും ഡയഗണൽസ് വരയ്ക്കുകയാണെങ്കിൽ എത്ര ട്രയാങ്കിൾസ്? അപ്പോൾ 3 സൈഡഡ് ആണെങ്കിൽ 1 ട്രയാങ്കിളാണ്, 4 സൈഡഡ് ആണെങ്കിൽ 2 ട്രയാങ്കിളാണ്, 5 സൈഡഡ് ആണെങ്കിൽ 3 ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല n-2 ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ 8 - 2 ഈസ് ഈക്വൽ ടു 6 ട്രയാങ്കിൾസ്. ദെൻ സം ഓഫ് ദ ആംഗിൾസ് കാണാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. n-2 × 180 നമുക്ക് 1080 കിട്ടി. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഒരു 22.5 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം 45 ഡിഗ്രി വരയ്ക്കുക. ദെൻ അതിനെ ബൈസെക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 22.5 ഡിഗ്രി കിട്ടി. അടുത്തത്, സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 93 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പം എക്സും x+1ഉം x+2 കൊടുത്ത് ഈക്വൽ ടു 93 കൊടുത്ത് അങ്ങനെ x ഈക്വൽ ടു 30 കിട്ടി. അപ്പോൾ നമ്പേഴ്സ് 30, 31 ആൻഡ് 32. ദെൻ അത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മളെടുക്കുക x+2 x+4 ആണ്. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 29 കിട്ടി. ഈക്വൽ ടു 93 തന്നെയാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആൻസർ ഈക്വൽ ടു 29. ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് 29, 31, 33. ഓക്കെ. അടുത്തത്, ABCD ഈസ് എ പാരലോഗ്രാം ഓഫ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളൊരു പാരലോഗ്രാമാണ്. ആംഗിൾ DC ഈസ് ഈക്വൽ ടു 110, ഔട്ടർ ആംഗിളാണത്. അപ്പോൾ ആംഗിൾ DAB ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഔട്ടർ ആംഗിൾ 110 ആണെങ്കിൽ അതിൻ്റെ ഇന്നർ ആംഗിൾ 70 ഡിഗ്രി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ 70 ആണ്. അപ്പോൾ DAB ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ദെൻ ആംഗിൾ CBD ഈസ് ഈക്വൽ ടു എത്രയാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. CBD ഈസ് ഈക്വൽ ടു 180 മൈനസ് 70/2. കാരണം ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. DCB ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്ക് 55 ഡിഗ്രി കിട്ടി. ഓക്കെ. അടുത്ത ഇവിടെ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത് x+1 ഒരു ഐഡൻറ്റിറ്റി തന്നിരിക്കുന്നത്. x+1 × y+1 ഈസ് ഈക്വൽ ടു xy + x + y+1. അപ്പോൾ 15 × 17 എന്ന് പറയുമ്പോൾ 15 + 5 10 + 5 × 10 + 7 എടുത്തു നമ്മൾ. ദെൻ നമുക്ക് 255 കിട്ടി. അതോടൊപ്പം ഒരു 16 × 18 ചെയ്താൽ നമ്മൾ എത്ര ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ 16 × 18 നമുക്ക് 15 + 1 × 17 + 1 എഴുതാം. 15 × 17 ഈസ് ഈക്വൽ ടു നമുക്ക് 255 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 255ൻ്റെ കൂടെ പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട നമ്പർ 33 ആണ്. 33 ഈസ് ദ നമ്പർ ആഡ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. തേർഡ് ആംഗിൾ നമുക്ക് 180 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് 60 ഡിഗ്രി. അതിൻ്റെ ഔട്ടർ ആംഗിൾ 180 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഔട്ടർ ആംഗിൾസ്. ഓക്കെ. ഇനി 11th ക്വസ്റ്റ്യൻ, പ്രണവ്സ് ഏജ്, നമ്മൾ പ്രണവിൻ്റെ ഏജ് x ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അമ്മയുടെ പ്രസൻറ്റ് ഏജ്, രണ്ടാളുടെയും പ്രസൻറ്റ് ഏജ് x ഉം 4x ആണ്.
ദെൻ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഏജിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് x=8 കിട്ടി. അപ്പോൾ പ്രണവിൻ്റെ പ്രസൻറ്റ് ഏജ് 8ഉം മദറിൻ്റെ പ്രസൻറ്റ് ഏജ് 4x ആണ്. 4 × 8 = 32. അടുത്തതായിട്ട് ഒരു ചിത്രം വരയ്ക്കാനാണ്. ഡയമീറ്റർ 3.5 ഡയമീറ്റർ ആയിട്ടുള്ള ഒരു ഫിഗർ വരയ്ക്കാനാണ്. 3.75 ഡയമീറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ 3.75 എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 3.75 × 2 ചെയ്തപ്പോൾ നമുക്ക് 7.5 കിട്ടി. അപ്പോൾ 7.5 വരച്ചതിൻ്റെ ശേഷം നമ്മൾ അതിനെ വീണ്ടും ബൈസെക്റ്റ് ചെയ്താലാണ് നമുക്ക് 3.5 റേഡിയസ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരയ്ക്കാം. ഓക്കെ. ലെറ്റ് ദ പ്രൈസ് ഓഫ് എ പെൻസിൽ. ഇനി നമുക്ക് പെൻസിലിൻ്റെ പ്രൈസ് ഒന്നുണ്ട്. പെന്നിൻ്റെ പ്രൈസ് പെൻസിലിൻ്റെ പ്രൈസിൻ്റെ ഡബിളാണ്, മറ്റേത് 10 times ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളത് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് x=3 ആണ്. പെൻസിലിൻ്റെ പ്രൈസ് 3 rupees, പെന്നിൻ്റെ പ്രൈസ് 6 rupees, ബുക്കിൻ്റെ പ്രൈസ് 30 rupees. ഇതിൽ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ABC 120 കിട്ടി. ആംഗിൾ ABC = 120 degree. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ ABC 120 degree. ആംഗിൾ ABQ = 90 degree. അതൊരു സ്ക്വയർ ആയതുകൊണ്ടാണ്. ആംഗിൾ QBR = 360 - 120 + 90 + 90 = 60 degree. ഓക്കെ. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ. ഇവിടെ എക്സ് സെൻറ്ററിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് സെൻറ്ററിൽ തന്ന ഇതൊരു കലണ്ടറാണ്. അപ്പോൾ കലണ്ടറിന് മുകളിലേക്ക് 7 days കുറയ്ക്കുക, താഴേക്ക് 7 days കൂട്ടുക, ലെഫ്റ്റ് റൈറ്റ് 1 കുറയ്ക്കുക, റൈറ്റ് 1 കൂട്ടുക. അങ്ങനെ നമ്മൾ സെൻറ്ററിലെ ബേസ് ചെയ്തിട്ട് സെൻറ്ററിൻ്റെ എല്ലാ ഭാഗവും എഴുതി. പിന്നെ ഇപ്പുറത്തേക്കാണെങ്കിൽ 1 days കുറയ്ക്കുക, അപ്പുറം റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ 1 days കൂട്ടിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ പ്രത്യേകിച്ചിട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 9 columns ഉള്ളത്. ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യ സെൻറ്ററിലാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുത്താൽ മതി. അങ്ങനെ തന്നെ നമുക്ക് 9 കിട്ടും. എക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 9 അപ്പോൾ തന്നെ കിട്ടും. നമ്മളതിന് ഒരുപാട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഇനി അത് ചെയ്ത് കണ്ടുപിടിക്കേണ്ടവരാണെങ്കിൽ എല്ലാ സംഖ്യകളും കൂടെ ആഡ് ചെയ്ത് x= നമുക്ക് 9 കിട്ടും. ഓക്കെ. ഇനി ആ സംഖ്യകളെല്ലാം നമ്മൾ എഴുതുകയാണെങ്കിൽ 9 സെൻറ്ററിൽ എഴുതി, പിന്നെ എല്ലാ x - 8 7 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അതിൻ്റെ ആൻസർ. ഇനി 16th ക്വസ്റ്റ്യൻ, 16th ക്വസ്റ്റ്യൻ. ഇവിടെ BOC എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ 2 ആംഗിൾ തന്നിട്ടുണ്ട്, 120 120. അപ്പോൾ BOC എന്ന് പറഞ്ഞാൽ 360 120 + 120 മൈനസ് ചെയ്തപ്പോൾ ആൻസർ 120 degree കിട്ടി. BAC എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 120ൻ്റെ കറക്റ്റ് ഹാഫ് ആയിരിക്കും, 60 degree. അതിൻ്റെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ BOC = ½ ട്രയാങ്കിൾ ആംഗിൾ BAC. അടുത്തതായിട്ട് ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾസ് തന്നിട്ടുണ്ട്. 3x + 10 2x + 20 ആൻഡ് 80. അപ്പോൾ എക്സ് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 360 കിട്ടും. അങ്ങനെ എക്സിൻ്റെ വില നമുക്ക് 50 degree 50 കിട്ടി. x=50 കിട്ടി. x=50. ബി ക്വസ്റ്റ്യൻ ആംഗിൾ CBF എന്ന് പറഞ്ഞാൽ 2x + 20 ആണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 120 കിട്ടി. സി ക്വസ്റ്റ്യൻ ആംഗിൾ DCB = 3x + 10 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 160 degree കിട്ടി. ഓക്കെ. ഇവിടെ 18th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ലൈൻ എഴുതാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് ലൈൻ ഇവിടെ എഴുതി നമ്മൾ 1 + 2 + 3 + 4 + 5 + 6 = 6 × 7 / 2 = 21. ബി ക്വസ്റ്റ്യൻ ഇവിടെ 20 വരെ സംഖ്യകളുണ്ട് അല്ലേ. 20 വരെ സംഖ്യകളുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ്? 20 × 20 + 1 / 2. ഓക്കെ. സി ക്വസ്റ്റ്യൻ ഇവിടെ ഈ 50 ആണ് നമുക്ക് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 50 × 51 ആണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 50 ആണ്. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനൊരു ജനറൽ ഫോർമുല നമ്മൾ എടുക്കുകയാണെങ്കിൽ n × n+1/2 എന്നാണ് എൻ്റെ ജനറൽ ഫോർമുല. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോ. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് നമ്പറാണ് 8921630134. ഓക്കെ.